ഇപ്പോൾ ഈ തീരദേശ പ്രദേശങ്ങളിൽ നമുക്കറിയാം വളരെയേറെ യാത്രാക്ലേശം നിലനിൽക്കുന്ന മേഖലയാണ്. അതുപോലെ പെരുമാതുറ ആയിക്കോട്ടെ, അഞ്ചുതെങ്ങ് ആയിക്കോട്ടെ, അതുപോലെയുള്ള പ്രദേശങ്ങളിലെല്ലാം ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ആശ്രയമാവുന്നത് പ്രൈവറ്റ് ബസ്സിനേക്കാളും KSRTC ആണ്. തീരദേശ മേഖലയിൽ യാത്രാക്ലേശം രൂക്ഷമാവുകയാണ്. മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന പല സർവീസുകളും നിർത്തലാക്കിയതാണ് പ്രശ്നത്തിന് കാരണമാകുന്നത്. രാത്രിയിൽ തിരുവനന്തപുരത്ത് നിന്ന് പെരുമാതുറയിലെത്തി പിറ്റേന്ന് വെളുപ്പിന് 4:50 തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ട സ്റ്റേ സർവീസ് നിർത്തലാക്കിയിട്ട് വർഷങ്ങൾ പിന്നിടുന്നു. കണിയാപുരം ഡിപ്പോയിൽ നിന്ന് 4:50 പുറപ്പെട്ട പെരുമാതുറയിലെത്തി തിരിച്ചു പോകുന്ന സർവീസും ഇപ്പോഴില്ല. കളിയിക്കവിളയിൽ നിന്ന് ആരംഭിച്ച തീരദേശ പാതയിലൂടെ കരുനാഗപ്പള്ളിയിലെത്തുന്ന ഫാസ്റ്റ് പാസഞ്ചർ സർവീസും മലയോര മേഖലയായ നെടുമങ്ങാടിനെയും തീരദേശ മേഖലയായ പെരുമാതുറയെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള സർവീസും നിർത്തലാക്കിയിട്ട് നാളുകൾ പിന്നിടുന്നു. പെരുമാതുറയിലെത്തുന്ന KSRTCയിലെ വനിതാ ജീവനക്കാർക്ക് ടോയ്ലറ്റ് സംവിധാനം ഇല്ല എന്നുള്ളതും നിലവിൽ നേരിടുന്ന രൂക്ഷമായൊരു പ്രശ്നമാണ്. പെരുമാതുറ കണിയാപുരം റൂട്ടിലെ യാത്രാക്ലേശം ഒരു പരിധിവരെ പരിഹരിക്കുന്നതിന് ടെമ്പോ സർവീസുകളാണെങ്കിലും ആളെ പിടിക്കാനായി വഴിയരികിൽ കാത്തുകിടക്കുന്നത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുളവാക്കുന്നുണ്ട്. സന്ധ്യയോടെ ഇത്തരം സർവീസുകളും നിശ്ചലമാകും. വിദ്യാർത്ഥികൾക്കും പെരുമാതുറ നിവാസികൾക്കും ഏറെ പ്രയോജനകരമായിരുന്ന ചിറയൻകീഴ് പെരുമാതുറ സർക്കിൾ സർവീസും നിലച്ചിട്ട കാലങ്ങൾ പിന്നിടുന്നു. ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്ത് പരിധിക്കുള്ളിലെ പ്രദേശമാണ് പെരുമാതുറ. പെരുമാതുറ നിവാസികൾക്ക് പഞ്ചായത്തിലെ വിവിധ കാര്യങ്ങൾ നേടിയെടുക്കാൻ ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെത്താനും ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലും റെയിൽവേ സ്റ്റേഷനിലും ആറ്റിങ്ങൽ ഭാഗത്തേക്കും എത്തുന്നതിനും മടക്കയാത്രയ്ക്കുമൊക്കെ സർവീസ് ഏറെ പ്രയോജനകരമായിരുന്നു. ആ സർവീസാണ് ഇപ്പോൾ ഏറെ നാളായി നിർത്തലാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഈ തീരദേശ പ്രദേശങ്ങളിൽ നമുക്കറിയാം വളരെയേറെ യാത്രാക്ലേശം നിലനിൽക്കുന്ന മേഖലയാണ്. അതുപോലെ പെരുമാതുറ ആയിക്കോട്ടെ, അഞ്ചുതെങ്ങ് ആയിക്കോട്ടെ, അതുപോലെയുള്ള പ്രദേശങ്ങളിലെല്ലാം ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ആശ്രയമാവുന്നത് പ്രൈവറ്റ് ബസ്സിനേക്കാളും KSRTC ആണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ മേഖലകളിലൊക്കെ KSRTC ബസ്സുകളുടെ എണ്ണം വളരെ കുറവാണ്. ഇപ്പോൾ നമുക്ക് തീരദേശം വഴി മെഡിക്കൽ കോളേജിലോട്ടോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലോട്ടോ പോകാൻ വേണ്ടിയിട്ട് അഞ്ചുതെങ്ങ് പ്രദേശത്തു നിന്ന് ഉള്ള ആളുകൾക്ക് മുമ്പ് കാപ്പിൽ ബസ്സും അതുപോലെ തന്നെ മുതലപ്പുഴ വഴിയുള്ള ബസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. ചിറയൻകീഴ് വഴിയൊക്കെ പോകുന്ന ബസ്സുകളുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഇതൊക്കെ പിന്നീട് ഘട്ടം ഘട്ടങ്ങളായിട്ട് നിർത്തലാക്കുന്ന ഒരു സ്ഥിതിവിശേഷം വന്നു. ഇതുമൂലം വളരെയേറെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ ആശുപത്രികളും തിരുവനന്തപുരത്തും മറ്റുമൊക്കെയാണ് കേന്ദ്രീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ആശുപത്രികളിലേക്ക് പോകുന്ന രോഗികൾക്ക്, കൂട്ടിരിപ്പുകാർക്ക്, ഇവർക്കൊക്കെ തന്നെ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ അതുപോലെ ഇപ്പോൾ സർക്കാരിൻ്റെ പുതിയ നമുക്കറിയാം ഇപ്പോൾ ഈ സ്ത്രീ സൗജന്യ ബസ്സുകൾ അത് അഞ്ചുതെങ്ങിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം മാത്രമാണ്. രണ്ട് ട്രിപ്പുകൾ ഓടുന്ന 2 ബസ്സുകളുണ്ടെങ്കിലും 2 ഡിപ്പോയുടെ ഉണ്ടെങ്കിലും അതിലൊരു ഡിപ്പോയുടെ ബസ് ഫാസ്റ്റ് ബസ്സായിട്ടാണ് അവരിപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത്, ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരേ ഒരു ബസ്സിന് മാത്രമാണ്, അതും രാവിലെ ഇല്ല, ഉച്ചയ്ക്കയറ്റമാണ് ആ ഒരു ബസ്സിന് ഒരു സൗജന്യ യാത്ര കിട്ടുന്നത്. അപ്പോൾ അത്തരത്തിലാണ് കാര്യങ്ങൾ. അപ്പോൾ സർക്കാർ ഇത് കുറച്ചുകൂടിയൊക്കെ തീരദേശ മേഖലയിൽ കേന്ദ്രീകരിച്ച് കൂടുതൽ ബസ് കൊണ്ടുവരുവാനും യാത്രാക്ലേശം പരിഹരിക്കുവാനുമായിട്ടൊക്കെ ശ്രമിക്കണം. പിന്നെ ഈ നമ്മുടെ ഈ പഞ്ചായത്തുകൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ബസ്സുകൾ, അതായത് അതിന് ഡീസൽ കാശ് പഞ്ചായത്തുകൾ നൽകുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലൊരു സംവിധാനം കൂടി വന്നിരുന്നു. അത് നല്ല ഒരിതാണ്. പക്ഷേ തനത് വരുമാനമില്ലാത്ത പഞ്ചായത്ത് അഞ്ചുതെങ്ങിൽ അതും നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. ഇതും നമുക്ക് തിരിച്ചടിയായിട്ടുണ്ട്. സന്ധ്യ കഴിഞ്ഞാൽ തിരുവനന്തപുരം ഭാഗത്തു നിന്നും പെരുമാതുറ ഭാഗത്തേക്ക് ബസ്സില്ല എന്നതാണ് വാസ്തവം. വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ജോലി കഴിഞ്ഞ് തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് എത്തുന്നവരും അനുഭവിക്കുന്ന യാത്രാക്ലേശം ഇവിടെ ചെറുതല്ല. പലരും പലയിടങ്ങളിൽ ഇറങ്ങി ഓട്ടോറിക്ഷയെ ആശ്രയിച്ചാണ് വീടുകളിൽ എത്തിച്ചേരുന്നത്. ഈ സർക്കാരെങ്കിലും ഇതിനൊരു പരിഹാരം കാണുമെന്ന പ്രതീക്ഷയിലാണ് പെരുമാതുറ നിവാസികൾ. വിസ്മയ ന്യൂസ്, ചിറയൻകീഴ്.